നിപ്പ ഭീതിയിൽ കേരളം 5 പേർ ഐസിയുവിൽ. വവ്വാൽ ചത്തുവീണത് ആശങ്ക പടർത്തുന്നു. സംസ്ഥാനം വീണ്ടും നിപ്പ ഭീതിയിൽ. സമ്പർക്ക പട്ടികയിലുള്ളവരുടെ എണ്ണം 425 ആയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ രാവിലെ ഉന്നതതല യോഗം ചേർന്നിരുന്നു. വൈകിട്ട് വീണ്ടും ഉന്നതതല യോഗം ചേർന്നതിന് ശേഷമാണ് വിപുലമായ സമ്പർക്ക പട്ടിക പുറത്തിറക്കിയത്. മലപ്പുറത്ത് 228 പേരും, പാലക്കാട് 110 പേരും, കോഴിക്കോട് 87 പേരുമാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. മലപ്പുറത്ത് 12 പേരാണ് ചികിത്സയിലുള്ളത്. 5 പേർ ഐസിയു ചികിത്സയിലുണ്ട്. സമ്പർക്ക പട്ടികയിലുള്ള ഒരാളുടെ പരിശോധനാ ഫലം നെഗറ്റീവാണ്. പാലക്കാട് ഒരാൾ ഐസൊലേഷനിൽ ചികിത്സയിലാണ്. പാലക്കാട് 61 ആരോഗ്യ പ്രവർത്തകർ സമ്പർക്ക പട്ടികയിലുണ്ട്. കോഴിക്കോട് ജില്ലയിൽ സമ്പർക്ക പട്ടികയിലുള്ള 87 പേരും ആരോഗ്യ പ്രവർത്തകരാണ്. പ്രദേശത്ത് പനി സർവൈലൻസ് നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാനസിക പിന്തുണ ഉറപ്പാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. പാലക്കാട് സമ്പർക്ക പട്ടികയിലുള്ളവരെ അവിടെ തന്നെ ഐസൊലേറ്റ് ചെയ്യണം. സാമ്പിളുകൾ മാത്രം പരിശോധനയ്ക്ക് അയച്ചാൽ മതിയാകും. നിപ്പ സ്ഥിരീകരിച്ച പാലക്കാട്ടെയും മലപ്പുറത്തെയും വ്യക്തികളുടെ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചു. കനിവ് 108 ഉൾപ്പെടെയുള്ള ആംബുലൻസുകൾ സജ്ജമാണ്. ഉറവിടം കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കാനും നിർദ്ദേശം നൽകി. കനത്ത നിപ്പ ജാഗ്രതയിലാണ് സംസ്ഥാനം. പാലക്കാട് മലപ്പുറത്തും രോഗം സ്ഥിരീകരിച്ചതോടെയാണ് ജാഗ്രതാ നടപടികൾ കർശനമാക്കിയിരിക്കുന്നത്. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ വിട്ടുവീഴ്ചയില്ലാത്ത ജാഗ്രത വേണമെന്നാണ് ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിപ്പ സ്ഥിരീകരിച്ച 2 കേസുകളും തമ്മിൽ ബന്ധമില്ല എന്നാണ് ആരോഗ്യവകുപ്പിന്റെ അനുമാനം. 2 രോഗികളെയും ഇൻഡെക്സ് രോഗികളായി കണക്കാക്കിയാകും പ്രതിരോധ പ്രവർത്തനങ്ങൾ. മലപ്പുറത്ത് മരിച്ച 18-കാരിക്ക് നിപ്പയാണെന്ന് ഇന്നലെ രാത്രിയാണ് സ്ഥിരീകരിച്ചത്. നിപ്പയുടെ ഭീതി നിലനിൽക്കെ മണ്ണാർക്കാട് പെരിഞ്ചോളത്ത് വവ്വാൽ ചത്തത് പ്രദേശവാസികളിൽ ആശങ്ക പരത്തിയിരിക്കുകയാണ്. നഗരസഭാ കൗൺസിലർമാരും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്.